ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 031/21 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോമൺ പ്രിലിമിനറി എക്സാമിന്റെ 10th ലെവലിലെ സ്റ്റേജ് 3യിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ഗാർഗി ആനന്ദ്. രണ്ടാമത്തെ ചോദ്യം, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ? ആൻസർ ഓപ്ഷൻ സി, വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ എ, എൻ പ്രഭാകരൻ. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർപാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ ബി, പരിയാപുരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷിൽ വിഭാഗത്തിൽ നേടിയതാര്? ആൻസർ ഓപ്ഷൻ ഡി, ശശി തരൂർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആൻസർ ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ? ആൻസർ ഓപ്ഷൻ ബി, ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ആൻസർ ഓപ്ഷൻ സി, 30. ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ ഓപ്ഷൻ സി, 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മഹാനദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ ടു ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അൽഫോൺസ ഡി അൽബുക്കർക്ക്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ ഡി, 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഗ്യാനി ഗെയിൽ സിംഗ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ സി, അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏത്? ആൻസർ ഓപ്ഷൻ സി, സ്വത്തവകാശം.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ എ 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി? ആൻസർ ഓപ്ഷൻ സി രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പറെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പറുടെയും കാലാവധി? ആൻസർ ഓപ്ഷൻ എ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഓപ്ഷൻ സി 560 കിലോമീറ്റർ. കേരളത്തിന്റെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഏറനാട് താലൂക്ക്. കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലക്കിടി വയനാട്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം? ആൻസർ ഓപ്ഷൻ ഡി കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ഡി കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ആൻസർ ഓപ്ഷൻ സി തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ഫറോക്ക് ടു പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി AKG. 52 സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി അക്കാമ ചെറിയ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി. സാരാഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്? ആൻസർ ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിൽ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം? ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സെറിബെല്ലം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി പാറ്റല. കരളിൽ ധാരാളമായി ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ആൻസർ ഓപ്ഷൻ ബി കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി. കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ എ അനുയാത്ര.
ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ. ന്യൂക്ലിയസിന് ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോൺ. ഇരുമ്പിന്റെ ധാതു? ആൻസർ ഓപ്ഷൻ സി ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീല കൂടിയ മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ. 77ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ആൻസർ ഓപ്ഷൻ ഡി ബലം. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥ. താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 268 3200. വില കാണുക. 23.08 + 8.0009 + 1/2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 31.589. 1.004 - 0.0542 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 0.9498. 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ 10 കിലോഗ്രാം അരിയുടെ വില എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി 91.2. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 18/19. ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ എ 1/10. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 എന്ന് കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ സി 7. ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. ടി ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യവില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 150. 89. ഒരാൾ ഓഫീസിലേക്ക് 35 km/മണിക്കൂർ വേഗതയിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 km/മണിക്കൂർ വേഗതയിലും 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 42 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്റർ ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും? ആൻസർ ഓപ്ഷൻ സി 8 km/മണിക്കൂർ. എ + ബി - സി × ഡി ഹരണമായാൽ 18C 14A 6B 16D4ന്റെ വില എന്ത്? ആൻസർ ഓപ്ഷൻ ബി 254. 1 × 2 5 2 × 1 4 ആയാൽ 3 × 5 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 13. സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2 3 5 7 11. ആൻസർ ഓപ്ഷൻ എ 13. ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ OPJUBDBEF എന്ന് എഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ എ TSFUVQNPD. തന്നിരിക്കുന്ന വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. നോളജ്. ആൻസർ ഓപ്ഷൻ ഡി ലോഡ്ജ്. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആസ്ട്രോളജി. ഒറ്റയാനെ കണ്ടെത്തുക. പച്ച മഞ്ഞ നീല ചുവപ്പ്. ഇതിലെ ഒറ്റയാൻ ആരാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി മഞ്ഞ. 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിന്റെ സ്ഥാനം മുന്നിൽ നിന്നും 18ാമതാണെങ്കിൽ പിന്നിൽ നിന്നും കണക്കാക്കിയാൽ ദിലീപിന്റെ സ്ഥാനം എത്ര? ആൻസർ ഓപ്ഷൻ എ 25. അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 54 എങ്കിൽ മകന്റെ പ്രായം എന്താണ്?
ആൻസർ ഓപ്ഷൻ സി 27. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്റ്റെം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾ വെറുതെ വായിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു വട്ടം കൂടി ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.